ഹായ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കൊയ്ത്ത് യന്ത്രം ഉണ്ടല്ലോ കുബോട്ടോടെ അതിനെ കുറിച്ചായിട്ടൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കാര്യം ഇച്ചിരി പാടത്തേടെ ചെളിക്കടയൊക്കെ വന്നാൽ ഇച്ചിരി നട്ടപ്പുറ വെയിലത്ത് നിൽക്കണേ, എന്നാലും വിഷയമല്ല. എല്ലാം ഒരു ഏക്കറടങ്ങിയ സ്ഥലമാണ് കംപ്ലീറ്റ് കണ്ടോ. ഒക്കെ ഒരു അടിപൊളി നെൽപ്പാടം കൊയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാം. നോക്കിയേ, എന്ത് നല്ല നെൽക്കതിരല്ലേ. പണ്ടൊക്കെ നമുക്ക് ഫുൾ നെൽപ്പാടങ്ങളായിരുന്നു. അതൊരു കാഴ്ച തന്നെയായിരുന്നു. പച്ചപ്പും പിന്നെ നെല്ല് കൊയ്യാൻ പറ്റുന്നത്, പിന്നെ തത്തകൾ നിന്ന് തിന്നാൻ പറ്റുന്നത് നല്ല അനുഭവമായിരുന്നു. ഇപ്പോൾ വീണ്ടും എല്ലാം നെൽകൃഷി എല്ലാവർക്കും രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് നെൽകൃഷി ഇപ്പോൾ നല്ല ലാഭത്തിലാണ്, മെഷീനറികളുണ്ട്. അപ്പോൾ ഈ നെൽകൃഷിയുടെ ഈ വണ്ടീനെ കുറിച്ചും കൊയ്ത്തുമതി യന്ത്രത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ പറയാം. ഇത് കുബോട്ടോൻ്റെ തന്നെ ഒരു DC68G എന്ന് പറഞ്ഞ ഒരു കൊയ്ത്തന്ത്രമാണ് കേട്ടോ. അത് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് വെയിറ്റ് മാക്സിമം കുറച്ചാണ് കമ്പനി ഇത് ഉണ്ടാക്കിയത്. അത് വേറെ ഒന്നുകൊണ്ടല്ല. കണ്ട ഇത് കണ്ട, ഇവിടെ മൊത്തം ചെളിക്കുണ്ടാണ്. കണ്ട താന്നു പോകും, നമ്മൾ കാല് കൊട്ടിയിട്ട് തന്നെ താന്നുവാണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബർ ട്രാക്ക് വീതി കൂട്ടി മാക്സിമം വെയിറ്റ് കുറച്ചാണ് കമ്പനി ഉണ്ടാക്കിയത്. അതായത് ഇത് മെറ്റലാണ്, മിക്ക ഭാഗവും ഫൈബർ കൊണ്ടാണ് ചെയ്താണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണ്, ഇതാണ് ഇതിൻ്റെ റബ്ബർ ട്രാക്ക്. കണ്ടോ, ഒരു 1.5 അടി 1.7 അടുത്ത് വീതി ഉണ്ട് ഇതിന്. ഈ കട്ടയൊക്കെ റബ്ബറാട്ടോ, ഫുൾ റബ്ബറാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ്. ഇതുപോലെ ചെളിയിൽ ഇങ്ങനെ പിടിച്ച് പോകാനും നല്ല വീതി ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് താഴില്ല. പിന്നെ ഇതിൻ്റെ റോളറുകൾ തന്നെ ഉണ്ടോ, ഇത് സപ്പോർട്ടിങ് റോളറുകളാണ്. 6 എണ്ണം ഉണ്ട്. 6 റോളറുകൾ. ഇവിടെ ഒരു റോളറുണ്ട്. നമുക്കിതിൻ്റെ എൻജിൻ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. അതായത് 2433 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 സിലിണ്ടർ ഒരു 68 HP എഞ്ചിനാണ് ഇതിന് വരുന്നത്. നമുക്ക് ആ എഞ്ചിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ കൂടുതൽ കാര്യം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. കുബോട്ടോൻ്റെ തന്നെ ഒരു 68 HP നല്ല പവർഫുൾ എഞ്ചിനാണ്. അത് മണിക്കൂറിൽ ഒരു 4.5 പിന്നെ ഒരു 4.5 അല്ലെങ്കിൽ ഒരു 5.6 ഒക്കെ ഡീസൽ ചിലവ് വരുന്നൊരു എഞ്ചിനാണ്. കാരണം ഇത് നമുക്ക് എഞ്ചിന് പുള്ളി വെച്ചിട്ട് ഈ പുള്ളി ഇവിടത്തേക്ക് കണക്റ്റ് ആവും. അതായത് ഗിയർ ബോക്സിലേക്ക്. നല്ല അത്യാവശ്യം നല്ല ഹെവി ടൈറ്റുള്ള ഡബിൾ ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളിലാണ്. അകത്തുനിന്ന് നമുക്ക് തുറന്ന് മറ്റേ പണി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബെൽറ്റ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് തന്നെ വർക്കിംഗ് തന്നെ. ഗിയർ ബോക്സിൽ നിന്ന് ഇത് ഷാഫ്റ്റ് വഴി ഇവിടെ നിന്നാണ് 2 ചെയിനിലേക്കും ഡ്രൈവ് പോകുന്നത്. നമ്മളിത് പറയുകയാണെങ്കിൽ ഇത് ഹൗസിംഗ് ആയിട്ട് ഇതായിട്ട് വരും. കണ്ട, ഈ 2 ആക്സിൽ അപ്പുറത്തേക്കും പോയാണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് ഇവിടെ വരിക. ഇനി ഗിയർ ബോക്സൊക്കെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് കണ്ട ഹൈഡ്രോളിക് കോഴ്സൊക്കെ പോയിട്ടുണ്ട്. ഇതിന് ഗിയർ ബോക്സിൻ്റെ ഓയിൽ ഇവിടെ വരാം, ഓയിൽ ഫിൽറ്റർ ഇവിടെ വരും തന്നെ. ഇതാണ് ഇതിൻ്റെ റാം കേട്ടോ. ഇതിപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി റബ്ബർ കിട്ടണം. അത് നമ്മുടെ ഇറ്റാച്ചിയുടെയൊക്കെ ലോഡർ, JCB ലോഡർ പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും തന്നെ. കണ്ട, ഇതൊക്കെ ഒരു ഫൈബറാട്ടോ. തീരെ വെയിറ്റ് പറഞ്ഞാൽ ഇതൊക്കെ ഫൈബറാണ്. മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇത് മെറ്റലാണ്. ഇതൊക്കെ ഫൈബറിൻ്റെ ഓരോ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡാട്ടോ. ഇത് ബ്ലേഡ്. അപ്പോൾ നമുക്ക് ഈ JCBയുടെയൊക്കെ ലോഡറിൽ ഇറ്റാച്ചിയുടെ ലോഡറിലൂടെ തന്നെ ഇത് നമുക്ക് പൊക്കയും താത്തയും ചെയ്യാം. അത് പൊക്കയും താത്തയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് തന്നെ. ഇതിങ്ങനെ കത്രിക പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നെല്ലിൻ്റെ നമ്മളിപ്പോൾ ലെവലിൽ വയ്ക്കുന്നതനുസരിച്ച് ഇതിങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ ഇത് കത്രിക പോലെ വെട്ടാണ്. ഇത് വെട്ടും. ഇത് വെട്ടിയിട്ട് ആയിക്ക് മുന്നോടിയായിട്ടില്ല, ഇത് കറങ്ങാണ്. ഇത് കറങ്ങി കഴിയുമ്പോൾ നെല്ല് ഗോതമ്പൊക്കെ ചെയ്യാം. അതൊക്കെ ഇങ്ങനെ അടുപ്പിക്കുന്ന സാധനം ഇത് കട്ട് ചെയ്യും. കത്രിക പോലെ കട്ട് ചെയ്ത സാധനം ഇതാണ്. ഇത് കറങ്ങിയാണ് അതിൻ്റെ അകത്തേക്ക് വലിച്ച് അവിടെ കൊണ്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത ഫംഗ്ഷൻ തന്നെ. അത് ഇവിടെയും ഒരു റാം വരുന്നുണ്ട്. ഇത് പൊക്കയും താത്തയും ചെയ്യുന്നത് 2 സൈഡിലും വേറെ റാമുണ്ട്. അടിയിലും 2 റാമുണ്ട്. അത് 4 ഹൈഡ്രോളിക് സിസ്റ്റം റാമുകളാണ് ഈ ഫ്രണ്ടിൽ മാത്രം വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ കൂളർ. ഇത് നമ്മുടെ റേഡിയേറ്റർ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക്, അതായത് 60 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക്. അതായത് നമ്മളിത് കൊയ്ത്ത് സമയത്ത് അല്ല നെല്ലാണെങ്കിലും ഗോതമ്പായാലും ശരിക്കും ഉണങ്ങിയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത്
കൊയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയിൽ ഭയങ്കര പൊടിയാണ് ഇതിനകത്ത്, പൊടിയും ചൂടും. അപ്പോൾ പൊടി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ പൊടി കുറേ ഇവിടെ തങ്ങിക്കാണ്ട് ഇവിടെ ഒരു എക്സോസ്റ്റ് വെച്ച് കൊടുത്തേക്കാം. കണ്ടോ, എക്സോസ്റ്റ് ഫാൻ. ഇത് കുറേ വലിച്ച് ബാഗിലേക്ക് തള്ളിക്കളയും. അത്യാവശ്യം ഒരു ചെറിയ ഒരു ക്യാബിനൊക്കെ ഉണ്ട്. അത്യാവശ്യം അത് മടക്കിയിടാം, മഴയാണ്ടും വെയിലുള്ളതുകൊണ്ടൊക്കെ ഇടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ജീപ്പിൻ്റെ പോലത്തെ പർദ്ദയാണ്. പിന്നെ ഇതിനൊരു ബാക്ക് കാണാനായിട്ടൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് സൈഡൊക്കെ കാണാം. ആൾ പണിക്കാരൊക്കെ ആ ബാക്കിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണത്. ഇതൊന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. പിന്നെ ഇതിന് അഡീഷണലായിട്ട് അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രീ ക്ലീനർ തന്നെ. ഇതിൻ്റെ പ്രീ ക്ലീനറിൽ നിന്ന് എയറൊക്കെ വലിച്ച് നമുക്കിത് കൂടുതൽ തന്നെ ഡസ്റ്റൊക്കെ എടുത്ത് കളയാം. എന്നിട്ട് ബാലൻസ് എയർ ഇതിലൊന്ന്, അതായത് പ്രീ ക്ലീനറിൽ ഫസ്റ്റ് ടെസ്റ്റ് വിടും, അത് ഇതിലൊന്ന് എയർ ഫിൽറ്റർ കയറും. എയർ ഫിൽറ്റർ ഇവിടെ അയച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ, എയർ ഫിൽറ്റർ ഇവിടെ അയച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനിലേക്ക് പോകുന്നുള്ളൂ. നല്ല പൊടിയാണ് വരുന്നത്. പിന്നെ ഇതാണ് മീറ്റർ കൺസോള്. അതായത് ഇതൊരു ഗ്രീൻ RPM. ഇവിടെ വെച്ച് ഈ ഗ്രീനിലിട്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതാണ്. നിങ്ങൾ വരുന്നതോറും മൈലേജ് കുറയും. അതായത് താഴ്ന്ന സ്ഥലത്ത് നമുക്ക് കൂടുതൽ RPM ഇട്ട് പണിയണം, അപ്പോൾ ഡീസൽ ചിലവ് കൂടും. അപ്പോൾ ഒരു കൂടുതൽ താഴ്ന്നിടത്തൊക്കെ ആണെങ്കിൽ ഒരു 6-7 അടുത്തൊക്കെ ഡീസൽ വരും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചതുപ്പിൽ താഴാണ്ടാണ്. താഴ്ന്ന ഇത് കയറാൻ ഭയങ്കര പാടാണ്. പിന്നെ വല്ല വണ്ടി വേറെ വണ്ടി ഒന്ന് വലിച്ചു തരണം. ഇപ്പോൾ ഇവിടെ വന്ന് ഹവറിൻ്റെ ഒരു മീറ്റർ ഇവിടെ വരുന്നുണ്ട്. ടെയിൽ ഗിയർ, പിന്നെ വാണിംഗ് ലാമ്പുകളൊക്കെ ഇവിടെ കാണിക്കാറുണ്ട്. പിന്നെ ഇത് ഫ്യൂവലിൻ്റെ ആണ് കേട്ടോ, അത് ഫ്യൂവൽ മീറ്ററിൻ്റെ ആണത്. പിന്നെ സ്റ്റാർട്ടറിൻ്റെ ഓണും ഓഫും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഹോൺ ബട്ടൺ, ഇൻഡിക്കേറ്ററിൻ്റെ, ഹെഡ്ലൈറ്റിൻ്റെ പാർക്ക് എല്ലാം അവിടെ തന്നെ വരുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ ആണത്. ഇത് മൊയിലിട്ട് കഴിഞ്ഞാൽ ഹൈ RPM, അതങ്ങനെ ആമിട്ട സ്ലോ റൈസിങ് ലോയിലേക്ക്. ഇതാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം. ഫോർവേഡ്, സ്റ്റോപ്പ്, റിവേഴ്സ്. അതായത് നമ്മുടെ JCBയുടെ ഫോർവേഡ് റിവേഴ്സിൻ്റെ അതേ സിസ്റ്റം തന്നെ, ഓട്ടോമാറ്റിക്. പിന്നെ ഇത് ന്യൂട്രൽ, ലോ, ഹൈ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവർ. വണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ലിവർ. ഇതാണ് പൊക്കയും താത്തയും ചെയ്യേണ്ടത്, നമ്മൾ JCBയുടെ പോലെ തന്നെ. ഇത് ഈ ലിവർ വരുന്നത് ഈ നെറ്റിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് അടുപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് നെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ അകത്തേക്ക് വലിപ്പിക്കണം. അതാണ് ഈ സാധനം. നെല്ലൊക്കെ ലോഡ് ചെയ്യണമെങ്കിൽ വന്നത് ഇവിടെ ഒരു സ്വിച്ച് കേട്ടോ. ഈ സൈഡിലാണ് അതിൻ്റെ ഓപ്പറേറ്റ് സ്വിച്ച് തന്നെ. ഇവിടെ തിരിക്കണം. നമുക്കിനി ഇത് ഓടിച്ചു നോക്കാം. ഇതാണ് ഈ ലിവറാണ്. ഇത് ലെഫ്റ്റും, ഇത് റൈറ്റിലേക്ക്. ഇനി ഇത് തന്നെ ഓപ്പറേറ്റിങ്. പിന്നെ ഈ ലിവർ ബാക്കിലേക്ക് ആയിട്ട് ബാക്കിലേക്ക് പോകും. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുബോട്ടോൻ്റെ ഒരു പേരും കുബോട്ടോൻ്റെ ഒരു K എന്ന് പറഞ്ഞൊരു എംബളമൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാഴ്ചയൊക്കെ കാണാൻ നല്ല എളുപ്പമാണ്. നമുക്കിതിന് ടോട്ടൽ വെയിറ്റ് 3200 kg ആണ്. അതായത് 3 ടണ്ണും 200 പാടത്തെ ഇതാണ്. നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ താഴും. അപ്പോൾ അത്രയാണ് അതിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് താഴാണ്ട് മാക്സിമം നോക്കണം. അതായത് നല്ല വെള്ളം ഇതിലോട്ട് താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ അതിൽ ചെറിയ മിനി എക്സ്കവേറ്റർ ഒന്ന് വലിച്ചു തരണം. അതൊക്കെ ഇതിൻ്റെ പരിപാടി. പിന്നെ ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ല. ഇതിനകത്ത് 1200 ലിറ്ററാണ് ഇതിൻ്റെ. അതായത് കൊയ്യണ നെല്ലായിട്ട്, അതായത് കൊയ്യണ നെല്ല് കൊയ്തിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അതായത് 1250 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ്. അതായത് കിലോയിലാണ് 800 കിലോ. കൊയ്യണ നെല്ല് ഇത് 235 ഡിഗ്രിയിൽ ചെരിയും. അപ്പോൾ അതായത് നമുക്ക് പണ്ടൊക്കെ നെല്ല് കൊയ്താലും പണിക്കാർ കൊയ്യണം, പിന്നെ ചുമക്കണം, ചെളി കൂടെ നടന്ന് ചുമന്ന് റോട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് പിന്നെ മെതിക്കണം. അത്രയും പണികളുകൊണ്ടാണ് പണ്ട് ആരും നെൽകൃഷിയിൽ നിന്ന് എല്ലാവരും ഉപേക്ഷിച്ചത്. ഇപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നെൽകൃഷി വളരെ ലാഭമാണ്. അതായത് ഈ വണ്ടി ഇപ്പോൾ കൊയ്യാറായ വണ്ടി ഇത് കൊയ്യും, മെതിക്കും നെല്ലായിട്ട്. ഇവിടുന്ന് എവിടെയാണോ റോഡ് അവിടെ വരെ കൊന്ന് വണ്ടിയിലേക്ക് ഡയറക്റ്റ് ഇത് വെച്ച് ഇത് തിരിയും.
തിരിച്ച് ലോഡ് ചെയ്യും. അപ്പോൾ അത്ര എളുപ്പമാണ്. അപ്പോൾ നെൽകൃഷി പരമാവധി പ്രൊമോട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിന് വിത്ത്, വളം എല്ലാത്തിനും സബ്സിഡി ഉണ്ട്. സർക്കാർ നല്ല രീതിയിൽ എന്നിട്ട് കൃഷിക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് വെറുതെ ഇറക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യാം. ഞാനൊരു കൈ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് കൃഷിയോട് ഭയങ്കര അല്ലെങ്കിൽ തന്നെ കൃഷിയോട് താല്പര്യമാണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ കഴിഞ്ഞ് നെൽകൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതിനൊരു ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മിക്കപ്പോഴും രാത്രിയൊക്കെ വർക്ക് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെല്ല് കൊയ്ത് പോകാൻ വേണ്ടിയിട്ട് ഡേ നൈറ്റ് അത് വർക്ക് ചെയ്യണേ. അപ്പോൾ രാത്രി വർക്കിങ്ങിന് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ മെതിച്ച് വരുന്ന നെല്ലിൻ്റെ വയ്ക്കോല് ഇതിലെയാണ് തള്ളണേ. കണ്ടോ, വയ്ക്കോല് ഇതിലെയാണ് പുറത്തേക്ക് തള്ളണേ. അപ്പോൾ ഈ വയ്ക്കോല് വേറെ ട്രാക്ടർ വെച്ച്, ഇതാണ് കൊയ്ത വയ്ക്കോലാണ് കേട്ടോ. ഇത് വേറെ ട്രാക്ടർ വെച്ച് അതിനകത്തേക്ക് കയറിയിട്ട് ഉണ്ടയായിട്ട് വന്ന വേറെ ട്രാക്ടറിൽ അങ്ങനെ ചെയ്യണ പരിപാടി ഉണ്ട്. ചേട്ടാനൊരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും ഫ്രണ്ടിലും ഉണ്ട് ഹുക്ക്. ഇപ്പോൾ ഇതൊക്കെ ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് ഓരോ സാധനം വർക്ക് ചെയ്യണതിൻ്റെ. അതൊക്കെ ബെൽറ്റ് മാറണമെങ്കിൽ എളുപ്പമാണ്. ഇതൊക്കെ ഫൈബറാട്ടോ, ഒട്ടും വെയിറ്റില്ല. അതായത് നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളാരും തരിശ് നിലങ്ങളായിട്ടാണ് ഒത്തിരി പാടങ്ങളും കിടക്കണത്. അപ്പോൾ നമ്മളെല്ലാ പാടങ്ങളും ഇതുപോലെ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നെൽകൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഗുണം ഭൂഗർഭജലം ഉണ്ടാവും. അതായത് നെൽകൃഷി ചെയ്യുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി അങ്ങനെ പെയ്ത്തുള്ളൊക്കെ നമുക്ക് സംഭരിച്ച് അങ്ങനെ ഭൂഗർഭജലം ഉണ്ടാവും. അങ്ങനെ എല്ലാം പച്ചപ്പും ഇതായിട്ട് നിൽക്കും. അത് കാണാൻ തന്നെ രസമാണല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും കൃഷിക്ക് നമ്മുടെ ചുറ്റെടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻ ഇറക്കി നമുക്ക് കൊയ്യാനും മറ്റും എളുപ്പമാണ്. പിന്നെ സർക്കാർ തന്നെ ഒത്തിരി കൃഷിഭവനിൽ നിന്ന് തന്നെ ഒത്തിരി സബ്സിഡികളുണ്ട് എല്ലാ കേസിനും. അപ്പോൾ ഞാനും ഇനിയും കൃഷി കാര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. കൃഷി എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ നെല്ലിക്കൃഷിയുടെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വണ്ടിയെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ എടുത്ത് കൃഷി ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ വേണം. നമുക്ക് കൃഷിയും കൃഷി സംബന്ധമായ കുറേ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.